ഹലോ ഗൈസ്, വർഷത്തിൽ 365 ദിവസവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അരക്കുപറമ്പ് സ്ഥിതി ചെയ്യുന്ന അർദ്ധനാരീശ്വരി ക്ഷേത്രം. നിങ്ങൾ കുറച്ച് പേരെങ്കിലും റീൽസിലും സോഷ്യൽ മീഡിയസിലൊക്കെ ആയിട്ട് ഈ ഒരു അമ്പലം കണ്ടിട്ടുണ്ടാവും. ഏത് വേനൽക്കാലത്തും പറ്റാത്ത മഹാ അത്ഭുതമായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും വെള്ളത്തിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ ശിവരാത്രി നാളിൽ മാത്രം വെള്ളം വറ്റിച്ച് വിഗ്രഹം പുറത്തെടുത്ത് വിശേഷാൽ പൂജകൾ നടത്തുന്നതാണ്. അന്ന് മാത്രമാണ് നമ്മൾ ഭക്തജനങ്ങൾക്ക് വിഗ്രഹം നേരിട്ട് ദർശിക്കാനാവൂ. വീഡിയോകളിലൊക്കെ കുറേ കാലമായിട്ട് ഈ അമ്പലം കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇന്നാണ് അവിടെ എത്തിപ്പെടാൻ പറ്റിയത്. ശ്രീകോവിലിനുള്ളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് കാരണം പുറമെന്നുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വർഷത്തിൽ 365 ദിവസവും ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ജലാശയത്തിലൂടെ പ്രവേശനമുണ്ട്. 2 നേരവും പൂജയുണ്ടാകും. രാവിലെ 6 മണി മുതൽ 9:30 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയാണ് ദർശന സമയം. ഒറ്റക്കല്ലിൽ തീർത്ത 32 അടി ഉയരമുള്ള ഈ കൊടിമരവും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് ദിവസവും ഇവിടെ ദർശനത്തിനെത്തുന്നത്. മലപ്പുറം ടൗണിൽ നിന്നും 48 കിലോമീറ്ററും പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് 18 കിലോമീറ്ററുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. സ്വയംഭൂവാണ് പ്രതിഷ്ഠ. ജലാധിവാസമായ അർദ്ധനാരീശ്വരി സങ്കല്പം ലോകത്തിൽ തന്നെ അപൂർവമാണ്. ക്ഷേത്രത്തിനടുത്തുള്ള അന്നദാന മണ്ഡപത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ആ പുണ്യഭൂമിയിൽ ഒരുപാട് സമയം ചിലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്.